ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൈറ്റി പീസിൽ ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ 290ൻ്റെ നൈറ്റി പീസാണ് എടുത്തിട്ടുള്ളത്. ക്രിസ്മസ് പ്രമാണിച്ചുള്ള നമുക്കുള്ളൊരു ഓർഡറാണ്. അപ്പോൾ ഷോർട്ട് കുർത്തിയിൽ ബെൽ സ്ലീവ് വരുന്നതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും. അതിനായിട്ട് ഇതാ തുണി നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ലെങ്ത്ത് ഇവിടെ നമ്മൾ 32 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമർ നമ്മളോട് 32 ഇഞ്ചാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. സാധാരണയായിട്ട് ഷോർട്ട് കുർത്തിക്ക് 28 ഇഞ്ചൊക്കെ മതിയായിരിക്കും. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്പാവുമ്പോൾ കുറച്ചുകൂടെ ഇറക്കം കുറഞ്ഞിട്ടാണ് കാണാറ്. അപ്പോൾ കസ്റ്റമർ ഇത് പ്രത്യേകം പറഞ്ഞതാണ് നമ്മളോട് ഇറക്കം കൂട്ടണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു 32 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി താഴേക്ക് ആം ഹോള് അതേപോലെ തന്നെ 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 13 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് കൊടുക്കുന്നത്. ഇനി അവിടെ നമുക്കിതുപോലെ വേസ്റ്റ് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഒരു ഇറക്കം മാർക്ക് ചെയ്യാം. 21 ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അവിടെ വിടുത്ത് നമ്മൾ 9 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. താഴെ വീതി 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി അവിടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ആ വരച്ച പോയിന്റിലൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തും എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയൊരു ചാനലാണ്. അപ്പോൾ നമ്മൾ നൈറ്റി ബിറ്റ്സൊക്കെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൂടെ വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഷോൾഡർ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുർത്തിക്ക് നമ്മൾ ഫ്രണ്ട് നെക്ക് വീനക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതൊരു സെപ്പറേറ്റ് പീസിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കിലെ നെക്ക് നമുക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ 2.5 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നത്. താഴേക്ക് ഒരു 3 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. അതൊന്ന് ബോക്സാക്കി വരച്ച് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്യാണ്. ഇപ്പോൾ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് നെക്ക് നമുക്ക് ക്യാൻവാസിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അതിനായിട്ട് നമ്മൾ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു വിഡ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതാ 3.5 സൈഡിലേക്ക് എടുത്തിട്ട് ആ സൈഡിലേക്കൊന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 22 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി താഴെ വീതി 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ നിന്നും താഴോട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ നമ്മളൊരു വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി അതൊക്കെ യോജിപ്പിച്ചൊന്ന് കൂട്ടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ബെൽ സ്ലീവാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ബാക്കിയുള്ള ക്ലോത്തിൽ നിന്നും നമ്മുടെ നെക്കിന് വെക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൽ നമ്മളൊരു പീസ് വെട്ടിയെടുക്കുന്നുണ്ട്. ലെങ്ത്തും വിഡ്ത്തും നമ്മൾ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ വെക്കാനുള്ള വീനെക്കിന് ക്യാൻവാസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്യാൻവാസ് ഇതാ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് വീനെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. താഴേക്ക് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് ബോക്സാക്കി വരച്ച ശേഷം നമുക്ക് ചെറിയൊരു വീനെക്ക് മാർക്ക് ചെയ്യാണ്. ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇഞ്ച് അകത്തി ഒന്നുകൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. നമുക്കിനി ക്രിസ്മസ് കളക്ഷൻസ് ന്യൂ മെറ്റീരിയൽസ് എത്താനുണ്ട്. അപ്പോൾ അതെത്തിയ ശേഷം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും നമ്മളോട് മെറ്റീരിയൽ വാങ്ങിക്കാനോ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതോ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. അതിനായിട്ട് ഇതാ ഫ്രണ്ട് നെക്കാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആ ഒരു നെക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലൊന്ന് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ക്യാൻവാസിൻ്റെ അരികിലൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ അപ്പോൾ നമ്മളവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്ററിലുള്ള പീസ് വെട്ടിക്കളയാണ്. ഇനി ഇതാ ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നെക്ക് നല്ല ഭംഗിയിൽ തിരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു കാര്യം മറന്നു. ഈ ഒരു ബാക്കിലെ പീസ് നമ്മൾ മടക്കി അടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അടിഭാഗം അതിൻ്റെ ഒരു തേര് വശമായതുകൊണ്ട് മടക്കി അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കുകയാണ്. ഇതപ്പോൾ നമ്മളിവിടെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ ആ ഒരു പീസ് ബാക്കിലേക്ക് മറച്ചിട്ട ശേഷം ഫ്രണ്ടിലെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഇവിടെ ഫ്രണ്ടിലെ വീനക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ വീനക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഇതാ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ പീസ് തുണീൻ്റെ നല്ല വശം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. 2.5 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് പിൻ കുത്തി കൊടുക്കാം. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ അപ്പം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ സെൻറ്ററിലെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ബാക്ക് പാർട്ടിലും നെക്കിൻ്റെ ആ ഒരു ചെറിയ പീസ് നമ്മൾ മടക്കിയടിക്കുന്നുണ്ട് 2 സൈഡും. ആ നെക്കിൻ്റെ ചെറിയൊരു പീസ് വെച്ചതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പാർട്ടിലെ നെക്ക് ഇതാ ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, റൗണ്ടായിട്ട്. ഇനി ഇവിടെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ബാക്ക് പാർട്ടിലെ നല്ല വശത്തേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ വലിച്ച് വെച്ച് മുകളിലേക്ക് പിടിച്ച് വെച്ചതിൻ്റെ ശേഷം ആണ് നമ്മൾ ഷോൾഡർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ 2 സൈഡും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 2 സൈഡും നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിനായിട്ട് സ്ലീവിൻ്റെ അടിവശം നമുക്കൊന്ന് ആദ്യം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. സ്ലീവിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ വൈറ്റ് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 2 സ്ലീവിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതാ ഷോൾഡറിൽ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടേക്ക് ഇതാ നമ്മൾ സ്ലീവ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ 2 സൈഡും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതാ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചിരുന്ന ആ ഒരു പോയിൻറ്റിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 21 ഇഞ്ചിൽ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വെച്ച് നിർത്തി തിരിച്ചും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സൈഡ് നമുക്ക് ചെറിയൊരു സ്ലിറ്റ് പോലെ വെക്കാനുള്ളതാണ്. 2 സൈഡും ഇപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്.
ഇനി നമുക്ക് സൈഡിലെ സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഇതാ രണ്ടായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പതിയെ ഇങ്ങനെ അടിച്ച ശേഷം ആ ഒരു സെൻറ്ററിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് തിരിച്ച് പിടിച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. താഴേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഒരു താഴ്ഭാഗവും മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ കൂടെ തന്നെ നമ്മൾ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. കുത്തി നിർത്തിയ ശേഷം താഴ്ഭാഗവും നേരെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.